ഈ സംഭവം പണി പൂർത്തിയാവുന്നതിൻ്റെ അന്ന് വേൾഡ് അവസാനിക്കുമെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. ഈ കത്തീഡ്രൽ ഡെവിളിന്റെ ഡിസൈൻ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ടാക്കിയെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. 1200-ൽ ജർമ്മനിയിലെ കൊളോൺ എന്ന ടൗണിൽ ഈ കാണുന്ന കത്തീഡ്രലിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇതിന്റെ ആർക്കിടെക്ടിന് എത്ര ആലോചിച്ചിട്ടും ഒരു നല്ലൊരു ഡിസൈൻ കിട്ടുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഡെവിൾ പിശാജ് ഇയാളുടെ മുന്നിൽ ഒരു മനുഷ്യനായി വന്ന് ഒരു ഡിസൈൻ കൊടുത്തു. പകരമായി ആർക്കിടെക്ടിന്റെയും ഫാമിലിയുടെയും സോൾ ലൈഫ് തന്നെ തിരിച്ചു ചോദിച്ചു. ഡെവിളിന്റെ ഡീൽ ഇതാണ്: 3 വർഷത്തിനുള്ളിൽ ഈ സംഭവം പണിഞ്ഞു തീർക്കാൻ സഹായിക്കാം. അതിന്റെ പിറ്റേ ദിവസം കോഴി കൂകുന്നതിന് മുന്നേ ഇവരുടെ ലൈഫ് എടുക്കും. അങ്ങനെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. അതിവേഗം പണിഞ്ഞു തീരാറായി, അതും 3 വർഷത്തിനുള്ളിൽ തന്നെ. അതോടെ നമ്മുടെ ആർക്കിടെക്ടിന് ഭയങ്കരമായിട്ട് വിഷമവും പേടിയൊക്കെ വന്നു. ആർക്കിടെക്ടിന്റെ ഭാര്യ ഇതറിഞ്ഞ് ഈ ഡെവിളിനെ ട്രിക്ക് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആലോചിച്ചു. ഫാസ്റ്റ് ഫോർവേഡ് 3-ാം വർഷത്തെ അവസാന ദിവസം ഇന്ന് തീരാൻ പോവുകയാണ്. ഇനി ഒരു കല്ലൂടെ വച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. അതിനു മുന്നേ ആയിട്ട് വൈഫ് കോഴിയെ പോലെ മിമിക് ചെയ്ത് കൂകാൻ തുടങ്ങി. ഇത് കേട്ട് മറ്റു കോഴികളും നേരം വെളുത്തുവെന്ന് വിചാരിച്ച് നിരത്തി കൂവാൻ തുടങ്ങി. അതിനുശേഷം അവസാനത്തെ കല്ല് വെച്ച് പണി പൂർത്തിയാക്കി. കോഴി കൂകുന്നതിന് മുന്നേ പണി തീർത്ത് ജീവൻ എടുക്കും എന്നായിരുന്നല്ലോ ഡീൽ. അത് നടക്കാതെ വന്നതോടെ ഡെവിളിന്റെ ഡീൽ ഇൻവാലിഡ് ആയി. ഇത് മനസ്സിലാക്കിയ ഡെവിൾ ദേഷ്യത്തിൽ കത്തീഡ്രലിന്റെ ഒരു വശം തകർത്ത് കളഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കേസ് ചെയ്തു: കത്തീഡ്രലിന്റെ കൺസ്ട്രക്ഷൻ ഒരിക്കലും പൂർത്തിയാകില്ല, ഇനി എങ്ങാനും പൂർത്തിയായാൽ അന്ന് വേൾഡ് തന്നെ അവസാനിക്കുമെന്ന്. ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളും കൺസ്ട്രക്ഷനും ഇപ്പോഴും നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൊരു റീലിൻ്റെ ഓഡിയോ ആയിട്ട് നമ്മളിപ്പോൾ കേട്ടെ. ആ കത്തീഡ്രൽ വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ദിവസം പോകുന്നത്. ജർമ്മനിയിലെ കൊളോൺ എന്ന് പറയുന്ന സിറ്റിയിലെ ഏറ്റവും നടുക്ക് തന്നെയായിട്ടുള്ള ഒരു അടിപൊളി കത്തീഡ്രലാണ്. നല്ല രസമാണ് കാണാനായിട്ട്. പഴയ പുരാതന കാലത്തിൽ 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ കത്തീഡ്രലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കേട്ടോ. റൈൻ നദിയുടെ തീരത്തായിട്ടാണ് ഈ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അത്യാവശ്യം നല്ലൊരു ഗ്രൂപ്പായിട്ട് തന്നെയാണോ ഈ കത്തീഡ്രൽ വിസിറ്റ് ചെയ്യാൻ പോയത്. നല്ലൊരു സണ്ണി ആയിട്ടുള്ള സമ്മർ സീസണിൽ ഒരു ദിവസമാണ് പോയത്. ദൂരെ നിന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ കത്തീഡ്രലിൻ്റെ വ്യൂ കാണാനായിട്ട് നല്ല രസമാണ്. ശരിക്കും അതൊരു പെയിൻ്റാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും, പക്ഷെ പെയിൻ്റല്ല, അങ്ങനത്തെ രീതിയിലുള്ള കല്ലുകളൊക്കെ വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു കത്തീഡ്രലാണ്. ആ കത്തീഡ്രലിൻ്റെ ശരിക്കുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ശരിക്കും ഡെവിളിൻ്റെ ആണോ അതോ ദൈവത്തിൻ്റെ ആണോ എന്നൊക്കെ കാണിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ. നമ്മൾ തൊട്ടടുത്ത് എത്തിക്കഴിയുമ്പോഴാണ് നമ്മളെ കല്ലിൻ്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലാക്കി കഴിയുക. പറഞ്ഞതുപോലൊക്കെ തന്നെ കുറേ കൺസ്ട്രക്ഷൻസ് കിടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ അല്ല ശരിക്കും നടക്കുന്നത്, റെനോവേഷൻ വർക്കുകളാണ് നടക്കുന്നത്. കാരണം കുറേ പഴക്കമുള്ളതുകൊണ്ട്, പഴയ രീതിയിലുള്ള എൻജിനീയറിങ്ങിൻ്റെ രീതിയിൽ പണിതുകൊണ്ട് ഇപ്പോൾ അതിനായിട്ട് കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇപ്പോൾ പല ടൈമിലായിട്ട് പല ഭാഗങ്ങളൊക്കെ അടർന്നു വീഴുന്നുണ്ട്. അതൊക്കെ കുറേ കൂടെ ഒക്കെ ഒന്ന് ഉറപ്പിച്ച് ഇനി ഒരിക്കലും ഇതിന് വേറൊന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട് ഒരു ചെറിയൊരു പൂളാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ കത്തീഡ്രലിൻ്റെ മുൻഭാഗത്തേക്ക് പോവാണ്. അത്യാവശ്യം നല്ല ജൈജാൻറ്റിക് ഫീൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. $157 ഈ കത്തീഡ്രലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഒരു 10-15 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട് ഈ കത്തീഡ്രലിന്. ഫ്രണ്ടിൽ തന്നെയായിട്ട് കുറേയധികം ചിത്രകലാകാരന്മാരുണ്ട്. കുറച്ച് ഡൊണേഷൻസൊക്കെ കിട്ടുക എന്നുള്ള പരിപാടിയാണ്, ചാരിറ്റി പരിപാടികളാണ് അവർ ചെയ്യുന്നത്. എങ്കിലും നല്ല ആർട്ടിസ്റ്റിക്കായിട്ട് 3D മോഡലിൽ അവർ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കത്തീഡ്രലിൻ്റെ മുൻഭാഗം. അടിപൊളി കത്തീഡ്രലാണ്. കുറേ നേരം അവിടെ നോക്കി നിൽക്കാനായിട്ട് പോലും തോന്നിപ്പോകുന്ന ഒരു കത്തീഡ്രൽ. സെൻറ്റ് പീറ്ററിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കത്തീഡ്രലാട്ടോ ഇത്. എല്ലാ ഡിസൈനിങ്ങും തന്നെ കല്ലുണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള കല്ലുകൾ അട്ടിയിട്ട് വെച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നാം. ഇതിനു വേണ്ടി മാത്രം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള, ഇതിനുവേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള കുറേയധികം കട്ടകൾ നിരത്തി വെച്ച് അല്ലെങ്കിൽ അട്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് തോന്നുന്നത്. മുമ്പിൽ തന്നെയായിട്ട് മാതാവിൻ്റെ ഒരു ചിത്രമുണ്ട്. അതുപോലെ ഇവരെ എന്തോ സെക്യൂരിറ്റി ഗാർഡോ അല്ലെങ്കിൽ ഈ കത്തീഡ്രലിൻ്റെ ഗാർഡിയൻസ് പോലെ നിൽക്കുന്ന പോലെ തോന്നുന്നത്. നമ്മൾ നേരെ കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്.
അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ചെക്കും ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ തൊട്ട് മുമ്പിൽ തന്നെയായിട്ട്. കാരണം ഇതൊരു യുനെസ്കോൻ്റെ ഹെറിറ്റേജിൽ പെട്ടിട്ടുള്ള ഒരു കത്തീഡ്രൽ ആയതുകൊണ്ട്. ഗോത്തിക് മോഡലിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരിയധികം ആൾക്കാർ വന്നിട്ടുണ്ട്. ജർമ്മൻസിൻ്റെ തന്നെ ഫെയ്ത്ത് വിശ്വാസത്തിനെയൊക്കെ പിടിച്ചു നിർത്തുന്നതായിട്ടുള്ള ഒരു നല്ലൊരു കത്തീഡ്രലാട്ടോ. നല്ലൊരു പ്രാർത്ഥന അന്തരീക്ഷമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയത് നമ്മുടെ കേരളത്തിൻ്റേതായിട്ടുള്ള 2 സെയിൻസിൻ്റെ പിക്ചേഴ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. ചാവർ പിതാവിൻ്റെയും ഈ പ്രാസമ്മയുടെയും. ഇതാണ് കത്തീഡ്രലിൻ്റെ ഓൾട്ടർ. കുറേ ആൾക്കാർ അവിടെ മെഴുതിരി കത്തിച്ചും പ്രാർത്ഥിച്ചും ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ സമയം ചിലവാക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് അവിടെ ആയിട്ടൊരു എക്സിബിഷൻ വെച്ചിട്ടുണ്ട്, അത് കാണാനായിട്ടാണ്. ഇതാണ് ആ കത്തീഡ്രലിൻ്റെ ഒരു മിനിയേച്ചർ ഫോം എന്ന് പറയുന്നത്. ചെറിയ മിനിയേച്ചറുകളൊക്കെ അവിടെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വലുപ്പവും കാര്യങ്ങളും ഡിസൈനും ഒക്കെ ഈ മിനിയേച്ചർ കണ്ടാൽ മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റും. ചെറിയൊരു സുവനീർ ഷോപ്പാണ്. അവിടെ നിന്ന് ചെറിയൊരു ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് എക്സിബിഷൻ കാണാൻ പോകാനായിട്ട്. എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടേതായിട്ടുള്ള എക്സിബിഷനാണ്. പണ്ട് കാലങ്ങളിൽ അവിടെ ഉപയോഗിച്ചിരുന്ന കാസ, പിലാസ അല്ലെങ്കിൽ ആരാധനയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ രാജാക്കന്മാരുടെ വാള്, വടികൾ, ആരാധനയ്ക്ക് ഉപയോഗിച്ച അരളിക്കകൾ, കാസകൾ, പിലാസകൾ, അങ്ങനെ കുറേയധികം സ്റ്റാച്യുകൾ എല്ലാം തന്നെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതുപോലത്തുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിർമ്മിക്കാനോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപകൾ തന്നെ ചിലവായി നിന്നേക്കാം. പക്ഷേ അന്ന് കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയുടെ റിച്ച്നെസ്സിൽ അവരുണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളും രൂപങ്ങളും ആരാധനയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നൊരു മെഴുകുതിരി സ്റ്റാൻഡായിരുന്നു. പണ്ടത്തെ ഒരു ഓൾട്ടറൊക്കെയാണ് കാണുന്നത്. കുറേയധികം രൂപങ്ങളൊക്കെ അവിടെ കാണാനൊക്കെ പറ്റി. നല്ല ഡിസൈനിൽ നല്ല പെർഫെക്ഷനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളൊക്കെ ആട്ടോ. ഇത് പണ്ട് കാലങ്ങളിൽ ബിഷപ്പുമാർ ഉപയോഗിച്ചിരുന്ന ആരാധന വസ്ത്രങ്ങളൊക്കെയാണ്. അതിൻ്റെ എംബ്രോയ്ഡറി റിച്ച്നെസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തന്നെ തോന്നും. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് ആരാധന ഡ്രസ്സുകളൊക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഈ എക്സിബിഷൻ്റെ ഒരു ചെറിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ലൈറ്റിങ്ങിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ഡാർക്കായിരിക്കും. ഈ ഒരു നമ്മൾ കാണേണ്ട കാര്യം മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പ്യുവർ വൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ നമ്മൾ കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കടക്കാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്നുള്ളത് കത്തീഡ്രലിൻ്റെ ഒരു ടവറിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ളതാണ്. കാണുന്ന കത്തീഡ്രലിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ കാലത്തെ മജ്ജകളൊക്കെ ആട്ടോ. അവിടുത്തെ ഗ്ലാസ് വർക്കുകളും ഗ്രൗണ്ട് ഡിസൈനൊക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമാണ്. എല്ലാ ഭാഗവും ഭയങ്കര കൃത്യതയോടുകൂടി നല്ലൊരു ആർക്കിടെക്ചറിൻ്റെ ഒരു രീതിയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ പുറത്ത് കിടന്ന് ചെറിയൊരു ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ടവറിൻ്റെ മേലേക്ക് കയറാനായിട്ട്. പോകുന്ന വഴി അവരൊരു ടവർ പോലെ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടോ അങ്ങനെ അവരുടെ ഉള്ളിലേക്കൊക്കെ പോകാനായിട്ട്.
കുറേയധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം കയറി പോകാനായിട്ട്. അത്യാവശ്യം നല്ല സ്റ്റാമിന ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. കുറേ പേർക്ക് കയറി കഴിഞ്ഞിട്ട് പറ്റാണ്ട് തിരിച്ചിറങ്ങി പോകുന്നവരുണ്ട്, പകുതിയിൽ വെച്ച് ഡ്രോപ്പ് ചെയ്തവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ലൊരു രീതിയിൽ മുകളിലേക്ക് പോയിട്ട് ആ കൊളോൺ സിറ്റിയുടെ തന്നെ മുഴുവൻ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കയറ്റം കേട്ടോ ഇത്. ഇടയിൽ വെച്ചായിട്ടൊരു ക്ലോക്ക് ബെല്ലിൻ്റെ സ്റ്റോറുണ്ട്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ബെല്ലുകളും ബാക്കി പരിപാടികളൊക്കെ തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ ടവറിൻ്റെ ഏറ്റവും മുകളിലേക്കുള്ള ലാസ്റ്റ് ലാപ്പിലാട്ടോ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ശരിക്കും തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റുന്ന ഒരു രീതിയാട്ടോ. ഈ കാണുന്ന സ്ട്രക്ചറൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. കാരണം കുറേ കൂടെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും മുകളിലുള്ള ലാസ്റ്റ് റൗണ്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടവറിൻ്റെ അവസാന ഭാഗം കാണാൻ പറ്റും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര ഫ്രജൈലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ശരി, അത്യാവശ്യം നല്ല സെക്യൂരിറ്റിയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ഇതാണ് നമ്മൾ ആ തൊട്ടടുത്ത് കാണുന്ന റെയിൻ നദി. അതിനായിട്ട് മുകളിലൂടെ പോകുന്ന ഒരു റെയിൽവേ ബ്രിഡ്ജ് കാണാനായിട്ടൊക്കെ പറ്റും. നല്ല തിരക്കുള്ളൊരു റെയിൽവേ ബ്രിഡ്ജാട്ടോ. ഏകദേശം ഒരു 7-8 ട്രാക്ക് തന്നെ ആ റെയിൽവേ ബ്രിഡ്ജിലുണ്ട്. ഈ റൈൻ നദി കാണാനായിട്ട് അവിടെ നിന്ന് നോക്കി കാണാനായിട്ടൊക്കെ നല്ല രസമാട്ടോ. നല്ല ഭംഗിയുള്ളൊരു നദിയാണ്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കത്തീഡ്രലിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കടർന്നു പോയത്. പിന്നെ അവരെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനിടയിലൊക്കെ കുറച്ച് പശകളൊക്കെ ഇപ്പോൾ തേച്ച് പിടിപ്പിച്ചതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞതെന്നാണ് എനിക്ക്. ശരിക്കും കല്ലുകൾ വെറുതെ ഇങ്ങനെ അട്ടിയിട്ടാണ് ഈ കത്തീഡ്രൽ ശരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം അന്നത്തെ എൻജിനീയറിങ്ങിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് 5 നൂറ്റാണ്ടുകളായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ വലിയ മേജറായിട്ടുള്ള കൊളാപ്സ് ഒന്നും തന്നെ ഇല്ലാതെ ആ കത്തീഡ്രൽ നിലനിന്നിട്ടുമുണ്ട്. ഇപ്പോഴാണ് അവർ ശരിക്കും അത് ബലപ്പെടുത്താനായിട്ട് കുറേ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. കുറേയധികം കാര്യങ്ങളൊക്കെ അവരിപ്പോൾ ഒരു ചെറിയൊരു ടൈ പോലെയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കുറേ ബലപ്പെടുത്താനായിട്ട് ഇരുമ്പ് കമ്പികളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ വെറുതെ കട്ടകൾ മാത്രം ഡിസൈനായിട്ട് അട്ടി വെച്ചിട്ടാണ് ഈ കത്തീഡ്രൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ലാസ്റ്റ് ധൂപത്തിൻ്റെ ആ ഒരു പിക്ചർ കേട്ടോ. ഇനി അവിടെ നമ്മൾ എത്ര അടി ഉയരത്തിലാണ് ഇപ്പം നിൽക്കുന്നതെന്നുള്ളതിൻ്റെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 475 മീറ്റർ പൊക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ടോട്ടൽ ഹൈറ്റാണ് 157 മീറ്റർ വന്നിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഹൈറ്റാണ് 148 മീറ്റർ. ഇനി കയറുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാട്ടോ ഇറങ്ങാനായിട്ട്. ഇറങ്ങുമ്പോഴും നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ താഴേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങണം. പിന്നെ ഇടയ്ക്ക് വെച്ച് തല ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ടൊരു ചെറിയ പോക്കറ്റുകളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കയറി ഇരിക്കാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. ഇനി നമ്മൾ നേരെ കൊളോൺ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. കുറേയധികം പൂക്കളും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവർക്കും വന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പോകാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സിറ്റി.
നമ്മൾ കുറേയധികം ബാക്കിലോട്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തീഡ്രലിൻ്റെ ഹൈറ്റ് മുഴുവൻ കണ്ട് നമുക്ക് ആസ്വദിക്കണേ ഏറ്റവും ബാക്കിലോട്ട് പോകണം. കുറേയധികം പിറകോട്ട് പോയാലാണ് നമുക്കിതിൻ്റെ നല്ല രീതിയിലുള്ള ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം നല്ല പൊക്കമുള്ളതുകൊണ്ട് ശരിക്കും പിറകോട്ട് പോയാലാണ് ഇതിൻ്റെ ബ്യൂട്ടി ശരിക്കും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റാം. ഇനി നമ്മൾ ചെറുതായിട്ട് ഈ കത്തീഡ്രലൊന്ന് ചുറ്റിക്കാണാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ കുറേ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ ബാരിക്കേഡുകളൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. കുറേയൊക്കെ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നതല്ല, ബലപ്പെടുത്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടു പിറകിലായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമറകളുടെയൊക്കെ ഒരു ആൻറ്റിക് കളക്ഷനൊക്കെ കാണാനൊക്കെ പറ്റി. പക്ഷെ അതിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ നമുക്കധികം വാങ്ങാനായിട്ട് തോന്നിയെന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പോഴത്തുള്ള DSLRകളുടെ മിറർലെസ് ക്യാമറകളുടെ അതേ വില തന്നെയാണ് ആൻറ്റിക് ക്യാമറകൾ 100-200 വർഷങ്ങൾ മുമ്പ് ഉപയോഗിച്ച ക്യാമറകൾക്ക് അവർ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്കിലും പുറമേ നിന്നൊക്കെ നോക്കി പോകാനായിട്ടൊക്കെ നല്ല രസമായിരുന്നു. ശരിക്കും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഫിലിം ക്യാമറകൾ എല്ലാം തന്നെ ഷട്ടർ ക്യാമറകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് തൊട്ടടുത്ത് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റൈൻ നദിയുടെ തീരത്തേക്ക് പോകുക എന്നുള്ളതോ. അവിടുത്തെ റെയിൽവേ ട്രാക്കിൻ്റെ ആ ഒരു പാലൊക്കെ കാണാനായിട്ടാണ് പോകുന്നത്. നല്ല ഡാർക്ക് മോഡലുള്ള ഈ കത്തീഡ്രൽ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പേടിയാവും കേട്ടോ. പെയിൻ്റ് ഒന്നുമില്ല, ശരിക്കും ആ ഒരു കാലാവസ്ഥയുടെയും ബാക്കി പരിപാടികളുടെയൊക്കെ ആയിട്ട് കല്ലിൻ്റെ റിഫ്ലക്ഷൻസിനെയാണ് ഈ കറുത്ത നിറത്തിൽ കാണുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റി ആട്ടോ. ആ കാണുന്നതാണ് റെയിൽവേ ബ്രിഡ്ജ്. ഇരുമ്പ് ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ അറിയപ്പെടും. അതിനേക്കാളും കൂടുതൽ അറിയപ്പെടുന്നത് ലോക്ക് ബ്രിഡ്ജ് എന്നൊക്കെയാണോ. ആ റെയിൽവേ ട്രാക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ഫെൻസ് ഉണ്ട്. ആ ഫെൻസ് മുഴുവൻ ലോക്കറ്റ് കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലോക്കുകൾ, അത് ഇടാൻ പറ്റാന്നിട്ട് ലോക്കിൻ്റെ മേലെ ലോക്ക്, അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ബ്രിഡ്ജാണ്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നത്. എത്രമാത്രം ലോക്കുകളാണെന്നാണ് നമുക്ക് ഇവിടെ ഒരു ലക്ഷക്കണക്കിന് ലോക്കുകൾ അവിടെ ആൾക്കാർ കൊണ്ടുവന്ന് അവരുടെ പേരും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്ന കേട്ടോ. പല കളറിൽ പല രീതിയിൽ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. അവിടെ നമുക്കിത് നോക്കി കാണാനായിട്ട്. നമ്മുടെ പേരുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ കണ്ടില്ലായിരുന്നു കേട്ടോ. എല്ലാവരും പറയപ്പെടുന്നത് ഇവിടെ വന്നിട്ട് ലോക്ക് ചെയ്തിട്ട് നദിയിലേക്ക് അവരുടെ ആ താക്കോൽ ഇറങ്ങി കളയാന്നുള്ളതാണ്. അങ്ങനെ ആ ബന്ധം എപ്പോഴും നിലനിൽക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അവരൊക്കെ ചെയ്യുന്നത്. നമുക്ക് നടന്നു പോകാനും അവിടെ കുറേയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ അവസരമുണ്ട് കേട്ടോ. നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട്. കുറേയധികം ബോട്ടുകളൊക്കെ പോകണൊക്കെ കാണാൻ പറ്റും, ആൾക്കാരൊക്കെ പോകണ കാണാൻ പറ്റും. നല്ല രസമാണ് അവിടെ നല്ല കാറ്റിലൊക്കെ കുറേ നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്.
പിന്നെ റൈൻ നദിയുടെ വിശേഷം പറയാനാണെങ്കിൽ ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കാനൊന്നും പറ്റില്ല എന്ന് അവിടുത്തെ വെബ്സൈറ്റിൽ തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷനാണ് അവർ ഉപയോഗിക്കുന്നത്, പ്ലസ് വിനോദസഞ്ചാരത്തിനാണ് ഈ നദി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണിയാലും തീരാത്ത അത്രമാത്രം ലോക്കുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്, കസ്റ്റം ചെയ്തിരിക്കുന്ന രീതികളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. എല്ലാവരും തന്നെ വന്നിട്ട് ഇവിടെ അവരുടെ കോൺട്രിബ്യൂഷനൊക്കെ തന്നിട്ട് പോകണമെന്ന് തോന്നുന്നു. ഈ കത്തീഡ്രലിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ റൈൻ നദി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്